നമസ്തേ, കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നും ഉദയനക്കുറുപ്പിൻ്റെ മറ്റൊരു കഥ പറയുകയാണ്. മറ്റൊരു കുറിപ്പിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ, അതായത് സമൂഹത്തിൽ ഉദയനക്കുറുപ്പ് അംഗം വെട്ടി കൊല്ലുന്നവനാണ്, അംഗം വെട്ടി മരണം സംഭവിച്ചവനൊക്കെയാണ്. പക്ഷേ ആവുന്നത്രയും ഈ വഴക്കും വയ്യാവേലി യുദ്ധവും അംഗവുമൊക്കെ ഒഴിവാക്കാൻ കൂടെ ശ്രമിച്ചിരുന്ന ഒരാൾ തന്നെയാണ്. അങ്ങനെയുള്ളൊരു കഥയാണെന്ന് പറയുന്നത്. യോഗിമന എന്ന് പറയുന്ന ഒരു കുടുംബമുണ്ടായിരുന്നു അന്ന് കടത്തനാട്ടിൽ. ആ യോഗിമനക്കലെ ചിരുത അതീവ സുന്ദരിയാണ്, വലിയ സൗന്ദര്യധാമമാണെന്നുള്ള ഭാവമുണ്ട്. അമ്മയാണ് കുഞ്ഞിമാധു. ചിരുതേയി എന്നാണ് പേര്, ചിരുത എന്ന് വിളിക്കും. ഈ കുഞ്ഞിമാധുവിൻ്റെ മകളാണ്. അപ്പം യോഗിമനക്കൽ വേറെ ചിരുതയ്ക്ക് ആങ്ങളമാരുണ്ട്, 4-5 പേര് ആങ്ങളമാരൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിലും അവിടെ ഒരു ഈ വീട്ടിലെ നാട്ടിലെ അപ്പം മറ്റുള്ള ഇതുപോലെ പ്രശസ്തരായിട്ടുള്ള കേമന്മാരായിട്ടുള്ള പുരുഷന്മാരൊക്കെ ഉണ്ടല്ലോ. അവരിൽ മാമല വീടെന്ന് പറയുന്നത് വളരെ പേര് കേട്ട യോദ്ധാക്കളൊക്കെ ഉള്ള വീരന്മാരൊക്കെ ഉള്ളൊരു വീടാണ്. ആ വീട്ടിൽ കണ്ണൻ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. ആ കണ്ണൻ ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ നാട് ചുറ്റി കൂട്ടുകാരൊക്കെ കൂടി നടക്കുമ്പോൾ ഒരു 10-16 തോഴികളൊക്കെ ഒരുമിച്ച് ഒരു പെൺകുട്ടി അവിടെ അടുത്തുള്ള ഒരു വലിയ ഇതിൽ പൊയ്കയിലെന്നല്ല, വലിയ ക്ഷേത്രക്കുളത്തിൽ ഒക്കെയാണല്ലോ അന്നത്തെ കുളിയൊക്കെ പെൺകുട്ടികളുടെ. അങ്ങനെ കുളിച്ചുകൊണ്ട് നിൽക്കണുണ്ടോ. അപ്പോൾ തോന്നി ഇത് നല്ല സുന്ദരിയായൊരു പെൺകുട്ടിയാണല്ലോ ഇതെന്ന് വെച്ചാൽ. അപ്പോൾ മറ്റുള്ളവരോട് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് യോഗിമനക്കൽ ചിരുതിയാണ് കേട്ടോ എന്ന് പറഞ്ഞു. 5-6 ആങ്ങളമാരൊക്കെ ഉള്ള പെൺകുട്ടിയാണ്. എൻ്റെ കണ്ണാ, മാമല വീട്ടിലെ കുഞ്ഞിക്കണ്ണാ, നീ വെറുതെ അവളുമായിട്ട് ഇതാ വന്നിക്കണ്ടേ. കുഴപ്പമൊന്നുമില്ലടാ, ഒന്ന് നോക്കട്ടെ, പറ്റുമോ നോക്കട്ടെ. നമ്മുടെ ചൂണ്ടയിൽ, അതായത് യോഗിമനക്കലെ ചിരുതേയി എന്നാണ് പേര്, ചിരുത എന്ന് വിളിക്കുന്നത് വെച്ചാൽ. വേഗം ഈ കണ്ണൻ നേരിട്ട് ചെന്ന് ഈ ചിരുതേയോട് ചോദിച്ചു, യോഗിമനക്കലെ ചിരുതേയി നീ, മാന്യമായിട്ടാണ് വിളിച്ചതും പറഞ്ഞതും ഒക്കെ. കഴിച്ചിട്ടൊരു പിടി പഞ്ചെടുക്ക്. കഴിച്ചിട്ടൊരു പിടി പഞ്ച വെച്ചാൽ ഇഞ്ച ചതച്ച് ഇങ്ങനെ നാരാക്കിയിട്ട് അന്ന് കാലത്ത് ആ ഇഞ്ച കൊണ്ടാണ് ശരീരമൊക്കെ തേക്കുക. കുളിക്കാൻ പോകുമ്പോൾ ഇഞ്ചയും സോപ്പും താളിയും ഒക്കെ കൊണ്ടാണ് സ്ത്രീകൾ പോവുക. അപ്പോൾ അങ്ങനെ ഈ യോഗിമനക്കലെ ചിരുതയിൽ കൊണ്ടുവന്നിരിക്കുന്ന ചതച്ച് ഉരുക്കി എടുത്ത ശരീരം മേല് തേക്കുന്ന ആ കുറച്ച് ഇഞ്ച ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് എടുക്കുക, അതായത് കുറച്ച് എനിക്ക് കൂടി അങ്ങനെയാണ് ഒരു സൗഹൃദം സ്ഥാപിക്കാൻ. എന്നിട്ട് പിഞ്ഞിട്ടൊരു പിടി താളിയെടുക്ക് എന്ന് പറഞ്ഞാൽ താളി കൊണ്ടുപോകും സാധാരണ സ്ത്രീകൾ കുളിക്കാൻ മുമ്പ്. അപ്പം പിഞ്ഞിട്ടൊരു പിടി താളി എന്ന് പറഞ്ഞാൽ താളി പിഴിഞ്ഞ പാത്രത്തിലാക്കി വെച്ചിട്ട് പിന്നെ തലയിൽ താളി തേക്കുക. അപ്പം അങ്ങനെ ഒരു പിടി താളി, പലതരത്തിലുള്ള താളിയുണ്ട് കേട്ടോ. അതൊക്കെ എപ്പോഴും നാട്ടിൻപുറത്തുകാരൊക്കെ കഴിക്കും. നീരോലി താളി, ചെമ്പരത്തി താളി, തുമ്പത്താളി, പിന്നെ വേറെ ഒരുട്ടം താളികളൊക്കെ ഉണ്ട്. ഈ എല്ലാം പച്ച ചെടികളൊക്കെയാണ്. തിരുതാളി എന്നൊരു പേര് തന്നെയുണ്ട് ഒരു തരം ചെടിക്ക്. അങ്ങനെയുള്ള ഈ താളി പതച്ച് ഇഞ്ചയും കൂടി കല്ലിൽ ഉരച്ച് അതിൻ്റെ ഒരു പാത്രത്തിലേക്ക് അങ്ങോട്ട് പിഴിഞ്ഞൊഴിച്ച് അത് തലയിലായിട്ടുണ്ടെങ്കിൽ താളി തലയ്ക്ക് നല്ല തണുപ്പും കിട്ടും, തലമുടി വളരാനും ഒക്കെ നല്ലതാണെന്നാണ് വെപ്പ്. അതാണ് ഈ താളി തേച്ച് കുളിക്കണത്. അപ്പോൾ ഈ കൊണ്ടുവന്നിരുന്ന ഒരു പിടി താളിയും പിഴിഞ്ഞെനിക്ക് കുളിക്കാനായിട്ട് തരാൻ പറഞ്ഞ് കണ്ണൻ ചെന്ന് ചോദിക്കുക ചിരുതേയി. അപ്പം സാധാരണഗതിയിൽ ഇങ്ങനെ ചോദിക്കുന്ന പുരുഷനോട് ഒരു സ്നേഹമുണ്ടെങ്കിൽ, പ്രണയമുണ്ടെങ്കിൽ താളിയും ഇഞ്ചയും ഒക്കെ കൊടുക്കും. ഇല്ലെങ്കിൽ പോണ വഴി കുളിക്കാൻ ഇഞ്ചയും താളിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചുമന്നുകൊണ്ട് നടക്കാൻ കൂടെ അമ്മമാരെ പെങ്ങന്മാരെ കൂടെ കൂട്ടണം. അതല്ലാണ്ട് വേറെ ആളുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഭാര്യമാരായിട്ടുണ്ടെങ്കിൽ അവർ കൂടെ കൂട്ടണം എന്ന് മറുപടി പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ ചോദിച്ചവരെ പരിഹസിക്കുന്നതായിട്ടാണ് കണക്കാക്കുക. അന്നത്തെ സമൂഹത്തിൻ്റെ രീതി അതാ. ഉടൻ തന്നെ അപ്പോൾ താളിയും തരുന്നുണ്ട്. ഉടനെ പകരം പറഞ്ഞോള്. അവളുടനെ തന്നെ മറുപടി പറഞ്ഞത് എന്താണ്? നടത്തത്തിത്താളിയത്
തേക്കണ്ടിക്കും. ഇതൊക്കെ ആ നാട്ടിലെ നാടൻ ഭാഷയാണ്. അതായത് നടക്കുന്ന വഴിയൊക്കെ നിങ്ങൾക്ക് താളി കിട്ടണമെന്നുണ്ടെങ്കിൽ അമ്മേനെ കൂട്ടിയിടിപ്പിക്കണം. അമ്മയും കൂടി കൂടെ കൊണ്ടു നടന്ന അമ്മ താളിയും ചുമന്ന് കൂടെ കൊണ്ടു നടക്കണം. അല്ലെങ്കിലോ തൻ്റെ കൂട്ടിട്ടൂപ്പിക്കണം. തൻ്റെ വെച്ചാൽ തൻ്റെ ഭാര്യയെ, പെങ്ങന്മാരെ, ഭാര്യ, തൻ്റെ വീട്ടിലെ കുടുംബത്തിലെ സ്ത്രീകളെയും കൊണ്ട് നടന്ന് അവരെ കൊണ്ട് താളി പിഴിയിപ്പിക്കണം. അത്തരം വാക്കതു കേൾക്കുന്നേരം. ഇത് അത്ര നല്ല മറുപടിയൊന്നും അല്ലല്ലോ. കണ്ണനെ അപമാനിക്കുന്ന, പരിഹസിക്കുന്ന ഒരു സംഭവമല്ലേ. അയ്യൂരം കടവിലും കീഞ്ഞവനു. അയ്യൂരം കടവ്, ആ കുളിക്കാൻ വന്നിരിക്കുന്ന കടവിൻ്റെ പേരാണ് അയ്യൂരം കടവ്. ആ കടവിലേക്ക് കീഞ്ഞു എന്ന് പറഞ്ഞാൽ അവിടേക്ക് അങ്ങോട്ട് ചെന്നു. എന്നിട്ടോ യോഗി മനക്കലെ ചിരിതയിൻ്റെ, ആ യോഗി മനക്കിലെ ചിരിതയുടെ കനകവളയിട്ട കയ്യുമാണ്. ചിരിതേയി കനകവളയൊക്കെ ഇട്ടിട്ടുണ്ട്. കനകവള എന്ന് വെച്ചാൽ കനകം എന്ന് പറഞ്ഞാൽ സ്വർണ്ണവളയൊക്കെ ഇട്ടിട്ടുള്ള കയ്യാണ്. ഉറുമിയോണ്ട് വീതങ്ങെടുത്തു കണ്ണന് പിന്നെ കണ്ണു മൂക്കൊന്നുമില്ല. കണ്ണൻ ചിരിതയുടെ കയ്യങ്ങ് വെട്ടിങ്ങില്ല. ഈ സ്വർണ്ണവള ഇട്ട കയ്യ് താളി തരില്ല, ഇഞ്ച തരില്ല എന്ന് പറഞ്ഞ കയ്യങ്ങോട്ട് വെട്ടി. വീരാളിപ്പട്ടിൽ പോതിയുന്നുണ്ട്. ആ കൈ മുറിഞ്ഞ് വീണ കയ്യ ഒരു വീരാളിപ്പട്ടിൽ അങ്ങോട്ട് പൊതിഞ്ഞ് അന്നടത്താലെ നടന്നവനും അത് എടുത്തുകൊണ്ട് അങ്ങോട്ട് പോയി. എവിടേക്കാണ് പോയത്? മാമല വീട്ടിലും വന്നു കണ്ണൻ. കണ്ണൻ്റെ തന്നെ ആ വീട്ടിൽ അങ്ങോട്ട് വന്നു. കിടക്കയിൽ ചെന്നങ്ങു വീണോളുന്നു. കൈ കിടക്കയിൽ കൊണ്ടുവന്ന് അവിടെ ചെന്ന് കിടന്നു. ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ എന്താ ഈ കഥ? ആങ്ങളമാരറിഞ്ഞല്ലേ, താളി ചോദിച്ചിട്ട് കൊടുത്തില്ല. അതുകൊണ്ട് ഇതേ മാമല വീട്ടിലെ കണ്ണൻ ചിരിതയുടെ കയ്യ വെട്ടി. അങ്ങനെയല്ലേ കേൾക്കണത്. ഉടൻ തന്നെ യോഗി മനക്കലെ ആണുങ്ങളെല്ലാവരും കൂടെ കൂടി ലഹളയായി. അപ്പോൾ ഇഞ്ച താളി തരില്ല എന്ന് പറയുകയാണെങ്കിലും ഒന്നും മിണ്ടാതിരുന്നാൽ മതി. അല്ലെങ്കിൽ തരാൻ പറ്റില്ല, ഞാൻ എനിക്കുള്ളതേ കൊണ്ടുവന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞാലൊക്കെ മതി. ഇതൊന്നും കൂടാതെ കണ്ട് ആക്ഷേപിക്കണ വിധത്തിൽ സംസാരിച്ചപ്പോഴാണ് സംഗതി മോശമായത്. വേഗം ഇത് കേട്ടപ്പോൾ യോഗി മനക്കലാണുങ്ങളെല്ലാവരും കൂടി ഈ മാമല വീട്ടിലെ കണ്ണനെ വെട്ടിക്കൊല്ലാനായിട്ട് അങ്ങോട്ട് ഒരുങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആൾക്കാർ കേട്ട് പറഞ്ഞ് അവിടെ എത്തി. ആരെത്തി? ഓതേനക്കുറിപ്പ് അറിഞ്ഞു. അയ്യോ അതെ നല്ലൊരു ചെറുപ്പക്കാരനാണ്, പക്ഷെ അയാൾക്ക് ഒരബദ്ധം പറ്റി. യോഗി മനക്കലെ ചിരിതെയ്യമ്മോട് ചെന്ന് പറയണ കേട്ടു, എടാ നമുക്ക് മാമല വീട്ടിലേക്ക് ഒന്ന് പോവാം, അവിടെ ചെന്ന് കണ്ണനെ കൊല്ലാൻ ഇവർ വരുമ്പോഴത്തേക്കും അതിനൊരു തടസ്സം ചെയ്യണം നമുക്ക് എന്ന് പറഞ്ഞ് സംഭവത്തിൻ്റെ ഗൗരവം, സംഗതി ആകെ ഗൗരവം ആകാൻ പോവുകയാണ്. ഈ രണ്ട് ഭാഗമായി തിരിച്ച് ആ നാട്ടിലുള്ളവരൊക്കെ വെട്ടും കൂത്തും യുദ്ധം തുടങ്ങാൻ പോവുകയാണ്. ഉടൻ തന്നെ കുഞ്ഞിമാതു, ചിരിതയുടെ അമ്മ, തൻ്റെ വീട്ടിലെ ആണുങ്ങളൊക്കെ പോയാൽ പിന്നെ അതിൻ്റെ ബലം. ഈ മാമല വീട്ടിലെ കണ്ണൻ വളരെ ധീരനായൊരു പോരാളിയാണ്. അയാൾ ധൈര്യത്തോടു കൂടി വന്ന് ധിക്കാരിയായിട്ട് കൈ വെട്ടി എന്നുള്ളതൊരു ശരി തന്നെയാണ്. എന്നിരുന്നാലും ഇനി തൻ്റെ കുടുംബത്തിലെ ആണുങ്ങളെ മുഴുവനും കൊല്ലും യുദ്ധത്തിന് ചെന്ന്. അതുകൊണ്ട് കുഞ്ഞുമാധവമ്മ വേഗം ഒതേനക്കുറുപ്പിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഒതേനക്കുറുപ്പ് എന്തെങ്കിലും ഒരു സമാധാനം ഉണ്ടാക്കണം. അദ്ദേഹം യോഗി മനക്കലെ ആണുങ്ങളൊക്കെ പടനയിച്ച് പോവുകയാണ് ഇപ്പോൾ മാമല വീട്ടിൽ കണ്ണനെ കൊല്ലാനായിട്ട്. ഉടൻ തന്നെ വേഗം ഒതേനക്കുറുപ്പും കണ്ടാച്ചേരി ചാപ്പനും കൂടി യോഗി മനക്കലേക്ക് വന്നു. അവിടെ വന്നപ്പോൾ ഇവരൊക്കെ യുദ്ധത്തിന് പോകാൻ അങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ എവിടേക്കാണ് പോണേ? അപ്പോൾ ഇന്നതായ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ സാധാരണ വർത്തമാനം അന്വേഷിച്ച് യോഗി മനക്കലെ പുരുഷന്മാരോടോ ഒതേനക്കുറുപ്പ് പറഞ്ഞു, മാമല വീട്ടിലെ കണ്ണൻ ചെയ്തത് വളരെ തെറ്റാണ്. ഒന്നാമത്തേൽ അങ്ങനെ ഒരു പതിവുണ്ട്, കുളിക്കാൻ വന്ന പെണ്ണുങ്ങളോട് താളി ചോദിക്കൽ, ഇഞ്ച ചോദിക്കൽ. അപ്പോൾ അവർക്ക് കൊടുത്തില്ലെങ്കിൽ അവരോട് സ്നേഹമില്ല എന്നുള്ളൂ. അത് പിന്നീട് ഒരു വൈരാഗ്യമായി മാറുമൊന്നുമില്ല. ഇവിടെ പരിഹസിക്കുക കൂടി ചെയ്തു ചിരിതേയി.
അതുകൊണ്ടാണ് മാമലക്കണ്ണൻ ഇത്തിരി ദേഷ്യം കൂടുതലാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇനി നിങ്ങളും കൂടെ പോയിട്ട് അരുങ്കൊല നടന്നാലോ? നിങ്ങൾ 4-5 ആളുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. യോഗി പൂമാല കണ്ണൻ, മാമല വീട്ടിലെ കണ്ണൻ വളരെ ധീരനും ശൂരനും ഒക്കെയാണ്. അതുകൊണ്ട് ഈ കുടുംബത്തിലെ ആണുങ്ങളാരും ഉണ്ടാവാതെ വരും. നിങ്ങളുടെ അമ്മയായ കുഞ്ഞുമാതു എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ സമാധാനം ചൊല്ലാനായിട്ട് വന്നത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ കണ്ണനോട് ഏറ്റിടണ്ട. നിങ്ങൾക്ക് ആവശ്യം ചിരിതയുടെ കൈ വെട്ടി കളഞ്ഞ കണ്ണനോട് പകരം ചോദിക്കല്ലേ വേണ്ടു, കണ്ണനോട് സമാധാനം ബോധിക്കല്ലേ വേണ്ടു. അതിനൊരു അത് ഞാൻ ചോദിച്ചോളാം. ഞാൻ പോയി സംസാരിച്ചിട്ട് അതിനെ കൊണ്ട് അതിന് പ്രായശ്ചിത്തം ചെയ്യിപ്പിച്ചോളാം. നിങ്ങളായിട്ട് യുദ്ധത്തിന് പോകണ്ട എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി. അങ്ങനെ യോഗി മനക്കലെ പുരുഷന്മാരുടെ എല്ലാം ജീവൻ രക്ഷിക്കാൻ ഉദയനക്കുറുപ്പിന് സാധിച്ചു. ഉദയനക്കുറുപ്പ് അതുപോലെ മാമല വീട്ടിലെ കണ്ണൻ്റെ അടുത്ത് ചെന്നിട്ട് തങ്കാടിച്ചതും ധിക്കാരാണ്. ആ പെൺകുട്ടിക്ക് കയ്യില്ലാതെ കണ്ടായി. കയ്യില്ലാത്ത ആ പെൺകുട്ടിക്ക് ഇനി ജീവിക്കണ്ടേ. അതുകൊണ്ട് അന്ന് വരെ തനിക്കുള്ളതായ സ്വത്തിൻ്റെ ധാരാളം സമ്പത്തൊക്കെ ഉണ്ടല്ലോ പടനായകന്മാർക്ക്. ആ സമ്പത്തിൻ്റെ നേർപകുതി ചിരിതയ്ക്ക് കൊടുപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് കഥ. അതായത് നാട്ടിൽ ഒരുപാട് ജീവഹാനി ഉണ്ടാകുമായിരുന്ന ഒരു യുദ്ധം ഒഴിവാക്കാനായിട്ട് ഉദയനക്കുറുപ്പിനിവിടെ ഈ സന്ധി സംഭാഷണത്തിലൂടെ സാധിച്ചു. കാര്യം തൻ്റെ ഒരു ധിക്കാരം പറച്ചില്ല, അഹങ്കാരം പറച്ചില്ല, പുരുഷന്മാരെ പരിഹസിക്കുന്ന ആ സ്വഭാവം ശിരിദേവിയമ്മയ്ക്കുണ്ടായിരുന്നു. അവരാ സ്വഭാവം കണ്ണൻ്റെ അടുത്തെടുത്തു. ആളറിഞ്ഞിട്ടെടുത്തതാണോ അറിയാഞ്ഞിട്ടെടുത്തതാണോ, എന്തായാലും അമ്മയും പെങ്ങളെയൊക്കെ കൊണ്ടു കിടക്കണം കൂടെ എന്നൊക്കെ പറയണത് ഒരു പുരുഷനോട് അങ്ങനെ പറയണത് ധിക്കാരം തന്നെയാണ്. പറയണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതിനവർ വില കൊടുക്കേണ്ടി വന്നു, വലിയ വില. എന്താണ്? തൻ്റെ കയ്യോ അങ്ങോട്ട് വെട്ടിയെടുത്തു അയാൾ. അങ്ങനെയാണ് ഉണ്ടായത്. ഇതും ഉദയനൻ്റെ ജീവിതത്തിലെ ഒരു നല്ല സൽപ്രവൃത്തി എന്ന് തന്നെ പറയാം. വലിയൊരു യുദ്ധം ഒഴിവാക്കുക ചെയ്ത് സമൂഹത്തിലെ ഒരുപാട് പേരുടെ ജീവൻ, അല്ലെങ്കിൽ 2 ചേരിയായി തിരിഞ്ഞ് വലിയൊരു യുദ്ധം നടന്നേനെ. അത് ഒഴിവാക്കി. അതും ഉദയനൻ്റെ ഒരു സൽപ്രവൃത്തിയായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. അതായത് മാമലക്കണ്ണനും ഉദയനനും, അതാണ് ഈ കഥയിലെ 2 പ്രധാന കഥാപാത്രങ്ങൾ. ഈ യുദ്ധം ഉണ്ടാകാൻ കാരണം അതാ. കനകം മൂലം കാമിനി മൂലം ഉലകിൽ സുലഭം. യുദ്ധം ഉലകിൽ കലഹം സുലഭം, ഉലകിൽ സുലഭം. ലോകത്ത് 2 കാര്യങ്ങളാലാണ് എപ്പോഴും യുദ്ധങ്ങൾ ഉണ്ടാകുക. കലഹം ഉണ്ടാകുക, വഴക്കുണ്ടാവുക, യുദ്ധങ്ങളുണ്ടാകുക, കണങ്ങളൊക്കെ ഉണ്ടാവുക. അത് ഏതൊക്കെയാണ്? കനകം മൂലം കാമിനി മൂലം. കനകം എന്ന് പറഞ്ഞാൽ സ്വർണം എന്നർത്ഥമുണ്ട്. അതുകൂടാതെ സമ്പത്ത്, സ്വത്ത്, അതിന് വേണ്ടിയിട്ട് യുദ്ധങ്ങൾ നടക്കും. പിന്നെ കാമിനി വെച്ചാൽ സ്ത്രീകളുടെ ഇടപാട്. അവളെ എനിക്ക് ഭാര്യയായിട്ട് വേണം, അവളെ എനിക്കും വേണം ഭാര്യ, അവളെ എനിക്ക് വേണം, അവളെ എനിക്കും വേണം എന്ന് പറഞ്ഞ പുരുഷന്മാർ തമ്മിലുള്ള ലഹള. അപ്പം അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ ഒരംഗം വെട്ട് അങ്ങോട്ട് ഒഴിവായി. അതാണ് ഈ കഥയിലെ ഉദയനൻ്റെ ഒരു സ്വഭാവം എടുത്തു കാണിക്കുന്ന കഥയാണിത്. ഉദയനനും മാമലക്കണ്ണനും. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണ്. ഈ കഥ ഉദയനൻ്റെ ഈ വീരകഥ കേൾക്കാത്തവർ കേൾക്കൂ. ഞാൻ തന്നെ വാസ്തവത്തിൽ എനിക്ക് കുറച്ച് കഥകളൊക്കെ അറിയാമായിരുന്നു. പക്ഷേ ഈയിടെ ഇങ്ങനെ ഒരു ആവശ്യം വന്ന്, അതായത് വടക്കൻ പാട്ടിലെ കുറച്ച് കഥകൾ പറയണം എൻ്റെ ചാനലിലൂടെ എന്നൊരു മോഹം വന്നതുകൊണ്ട് ഞാനത് തിരഞ്ഞ് അത് വേണ്ടി അതിനൊരു കഥകൾ കളക്ട് ചെയ്ത് വെച്ചതുകൊണ്ട്, അന്വേഷിച്ച് കണ്ടെത്തി പിടിച്ചതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കഥകൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഉദയനെ പറ്റി, ആരവൽ ചായരെ പറ്റി, അങ്ങനെ കുറേ പേരെ പറ്റിയൊക്കെ അറിയാം. പക്ഷേ ചില കഥകൾ, അതായത് അത്രയേറെ പ്രചാരമില്ലാത്ത ചില കഥകൾ കൂടെ ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. എനിക്ക് മനസ്സിലാക്കിയത് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കണം. അത്രയേ ഉള്ളൂ. നന്ദി.